പിന്നെ കോവിഡ് വന്നാൽ ജോലി പോവുമോ? ഇപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്തിരുന്ന ഒത്തിരി പേര് ഇപ്പോൾ ഗവൺമെൻറ് സെക്ടേഴ്സിൽ ജോലിക്ക് വേണ്ടിയിട്ട് PSCക്ക് പഠിക്കുന്നു, UPSCക്ക് പഠിക്കുന്നു, റെയിൽവേക്ക് പഠിക്കുന്നു, SSCക്ക് പഠിക്കുന്നു. നല്ല കാര്യമാണ്, നല്ല തീരുമാനമാണ്. പക്ഷേ പ്രൈവറ്റ് സെക്ടേഴ്സിൽ മാത്രം ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ജോലി ഉണ്ടാവും എന്നുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ലോജിസ്റ്റിക്സ് ഫീൽഡ് വെച്ച് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഫീൽഡും ഗ്രോത്ത് ഉള്ള ഫീൽഡാണ് ലോജിസ്റ്റിക്സ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്നില്ലേ. കോവിഡ് വന്നപ്പം കോവിഡിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കോവിഡ് വന്നപ്പം നമ്മുടെ എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുമായിരുന്നു. നിങ്ങളും ഞാനും എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലും പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിലും സ്കൂളുകളിലും കോവിഡ് വാക്സിൻ എത്തി. എവിടെ നിന്ന്? റഷ്യ ആദ്യമായിട്ട് റഷ്യയിൽ നിന്ന് നമ്മുടെ വീടിനടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലേക്കൊക്കെ കോവിഡ് വാക്സിൻ എത്തി. അതെങ്ങനെ സംഭവിച്ചു? ഓൺലി ബിക്കോസ് ഓഫ് ലോജിസ്റ്റിക്സ്. ഓക്കെ, ലോജിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക്, അതായത് കാർഗോസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്, വെയർ ഹൗസസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീടിനടുത്ത്, നമ്മൾ തൊട്ടടുത്ത്, നമ്മൾ എന്താ പറയുക, നോക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് വാക്സിൻ അവൈലബിൾ ആയത് അങ്ങനെയാണ്. ഓക്കെ, വാക്സിൻ്റെ മാത്രമല്ല, കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടും ആമസോൺ, നമ്മൾ ആ കോവിഡിൻ്റെ ടൈമിൽ എല്ലാവരും പ്രിഫർ ചെയ്ത ഫുഡ് അടക്കം ഡോർ സ്റ്റെപ്സ് ഡെലിവറിയാണ് നമ്മൾ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കൊമേഴ്സ് കംപ്ലീറ്റ് അവരൊക്കെ നല്ല ഗ്രോത്താണ് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായത്. അതായത് ഒരു വെയർ ഹൗസിൽ ജോലിയുള്ളവർ അവരവിടെ നിൽക്കാതെ തന്നെ അടുത്ത വെയർ ഹൗസ് തുടങ്ങുമ്പോൾ അവിടെ അടുത്ത ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ലോജിസ്റ്റിക്സ്. ഈവൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, ഒരു വെയർ ഹൗസ് കമ്പനി, ഒരു ലോജിസ്റ്റിക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ജോലികൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും അടച്ചുപൂട്ടി പോകുന്നൊരു മേഖലയല്ല ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെയർ ഹൗസുകൾ പഠിക്കാൻ ശ്രമിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് സെക്ടേഴ്സുകളിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇനിയുള്ള കാലങ്ങളിൽ അതാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കൊണ്ടുതരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഴയ ലോജിസ്റ്റിക്സ് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പഠിച്ചിപ്പോൾ ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ എപ്പോഴും ടെക്നോളജിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളും അഡാപ്റ്റ് ആവും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിരിക്കും. താങ്ക് യു.